ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ നാട്ടിൽ വലിയ പ്രതിഷേധം നടക്കുകയാണെന്നാണ് വൈപ്പ്. അതിന്റെ ഇടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൂളാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കി മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതാണ് വേണ്ടത്. കാരണം സാധാരണ പ്രധാനമന്ത്രിമാർ അങ്ങനെയല്ല. ഒരു പ്രതിഷേധം നടന്നു കഴിഞ്ഞാൽ പിന്നെ ലീവ് എടുത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ നോക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കാതിരിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രധാനമന്ത്രി വളരെ കൂളായിട്ട് അടുത്ത ബില്ല് പാസ്സാക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ശരത് പവാറിനെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള എക്കണോമിക് ടൈംസ് അടക്കമുള്ളവ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സ്വിംഗ് സപ്ലയർ എന്ന് പറഞ്ഞൊരു സാധനം ഈ എണ്ണ വിപണിയിലുണ്ട്. സ്വിംഗ് സപ്ലയർ, അതായത് ഈ എണ്ണ വിപണിയുടെ വില നിയന്ത്രിക്കുന്ന ആളെയാണ് സ്വിംഗ് സപ്ലയർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആരാണ് എണ്ണ വിപണിയുടെ വില നിയന്ത്രിക്കുന്നത്? സൗദി അറേബ്യ. കാരണം എണ്ണയ്ക്ക് ഡിമാൻഡ് കൂടുമ്പോൾ സൗദി അറേബ്യ അതിനനുസരിച്ച് അവരുടെ ടാപ്പ് തുറക്കും. എണ്ണയ്ക്ക് ഡിമാൻഡ് കുറയുമ്പോൾ സൗദി അറേബ്യ അതിനനുസരിച്ച് അവരുടെ ടാപ്പ് അടയ്ക്കും. ഇങ്ങനെയുള്ള സെറ്റപ്പാണ്. സൗദി അറേബ്യ തുറക്കുന്നതും അടയ്ക്കുന്നതും അനുസരിച്ചാണ് ഒരു കാലത്ത് എണ്ണയ്ക്ക് ഡിമാൻഡ് കൂടുന്നതും കുറയുന്നതും. ഡിമാൻഡ് കൂടുന്ന സമയത്ത് എണ്ണയുടെ വില വർദ്ധിപ്പിക്കാനായിട്ട് സൗദി അവരുടെ ടാപ്പ് അടച്ചു വെക്കും. കാരണം ഡിമാൻഡ് കൂടുമ്പോൾ എണ്ണ വളരെ കുറച്ച് മാത്രമേ മാർക്കറ്റിലുള്ളെങ്കിൽ ആ എണ്ണയ്ക്ക് വില കൂടുതലായിരിക്കും. കാരണം കൂടുതൽ വിലയ്ക്ക് ആൾക്കാർ മേടിക്കേണ്ടി വരും. സാധനമില്ല, പക്ഷെ ഡിമാൻഡ് ഉണ്ട്. രണ്ടാമത്, ഡിമാൻഡ് കുറയുകയാണെങ്കിൽ കൂടുതൽ എണ്ണ എത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇത് സൗദിയുടെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഇത് എന്നുള്ളതാണ്. പക്ഷെ ഇനിയിപ്പോ അങ്ങനെയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നു. എനിക്കും വളരെ അത്ഭുതം തോന്നി. ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് തോന്നി. സംഭവം, ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കൂടുമ്പോഴോ കുറയുമ്പോഴോ അത് നിയന്ത്രിക്കാൻ വേണ്ടി തങ്ങളുടെ പക്കലുള്ള വലിയ ശേഖരത്തിൽ നിന്ന് എണ്ണ ഉൽപാദനം വലിയ തോതിൽ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്ന പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ രാജ്യങ്ങളാണ് ഈ സ്വിംഗ് സപ്ലയർമാർ. വില കൂടുമ്പോൾ ഉൽപാദനം കൂട്ടി എണ്ണ വിപണിയിൽ എത്തിക്കുക വഴി വില കുറയുന്നു. സമാനമായി വില കുറയുമ്പോൾ ഉൽപാദനം കുറച്ച് ലഭ്യത താഴ്ത്തി വില കൂട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഈ സൗദി അറേബ്യ കടത്തിവെട്ടി ഇപ്പോ ലോകത്തിന്റെ സ്വിംഗ് സപ്ലയറായി മാറിയിരിക്കുന്നത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. വലിയൊരു വാർത്തയാണ്. സ്വിംഗ് സപ്ലയർ എന്നതിന്റെ നിർവചനത്തിന്റെ ആധുനികമായിട്ടുള്ള രൂപമാണ് ഇന്ത്യ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നത്. വിത്ത് എക്സാമ്പിൾ ആണ് കേട്ടോ, വെറുതെ വായ്ത്താളം അടിക്കുകയല്ല. ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിന് പകരം എണ്ണ ശുദ്ധീകരണത്തിലൂടെ ലഭിക്കുന്ന അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ഡീസല്, ജെറ്റ് ഫ്യൂവല്, ഗ്യാസോലിൻ തുടങ്ങിയ നിരവധി ഡെറിവേറ്റുകൾ സപ്ലൈ ചെയ്യുന്ന കരുത്തുറ്റ രാജ്യമായി ഇന്ത്യ മാറുന്നു. ഇനി ഒരു നിശബ്ദ വിപ്ലവമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഈ നിശബ്ദ വിപ്ലവം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന റോള് തന്നെയാണ് ആ നിശബ്ദ വിപ്ലവത്തിലുള്ളത്. പല ഉദാഹരണങ്ങളുണ്ട്. ഇറാൻ US യുദ്ധത്തിനെ തുടർന്ന് ഹോർമൂസ് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളുടെ റഷ്യയുടെ ക്രൂഡ് കയറ്റുമതിയെ ബാധിച്ചു. ഇത് രണ്ട് ഉദാഹരണം. ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ കിട്ടാതെയായി. ഈ കൂടുതൽ എണ്ണ ആവശ്യമായി അവർക്ക് വന്നു. ഇവിടെ ശുദ്ധീകരിച്ച ഇന്ധനം നൽകാൻ ഇന്ത്യൻ എണ്ണ കമ്പനികളാണ് മുന്നോട്ട് വന്നത്. സൗദിയുടെ പോലുമല്ല, ഇന്ത്യയുടെ എണ്ണ കമ്പനികളാണ് മുന്നോട്ട് വന്നത്. ഉയർന്ന പ്രീമിയം നൽകുന്ന രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ എണ്ണ കപ്പലുകൾ അവരുടെ പങ്കായം വീശി എന്നുള്ളതാണ് മാധ്യമങ്ങൾ എഴുതുന്നത്. ഷിപ്പ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള കെപ്ലർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ജൂലൈയിൽ ഇതുവരെ ഏകദേശം 1.4 ദശലക്ഷം റിഫൈൻഡ് ക്രൂഡ് ഓയിൽ പ്രോഡക്റ്റുകളാണ് ഇന്ത്യ കയറ്റുമതി നടത്തിയത്. ഇത് മെയ് മാസത്തെ കയറ്റുമതി വോളിയത്തിനേക്കാൾ 50% കൂടുതലാണ്. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ തന്നെ പണ്ട് നമ്മൾ ചർച്ച ചെയ്യും, ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞൊരു കാര്യം ഈ രീതിയിലല്ല പറഞ്ഞതെന്ന് മാത്രമാണ്. അത് ഞാൻ ഒരിക്കൽ ബിജുചേട്ടനോട് ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചത്, ചേട്ടാ ഈ പെട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം ഭാവിയിൽ നമ്മളിപ്പോ ഇന്ത്യയും ചൈനയും ഒക്കെ ഫുൾ വൈദ്യുതിവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വാഹനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണ്ടല്ലോ നമുക്ക്. പെട്രോൾ അടിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ സൗദി അറേബ്യയിലെ പെട്രോൾ ഒക്കെ വേസ്റ്റ് ആവില്ലേ? ഞാനൊരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചാണ്, വേസ്റ്റ് ആവില്ലേ? അങ്ങനെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ സൗദി അറേബ്യക്ക് പിന്നെ പെട്രോൾ വിൽക്കാൻ പറ്റില്ല, രാജ്യം തകരില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ടാണല്ലോ അവരിപ്പോ അത് മുന്നിൽ കണ്ട് നിയോം സിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് വരുന്നത്. വലിയ അൽസല ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടാക്കി വലിയൊരു ഞങ്ങളൊരു പാശ്ചാത്യ ലോകത്തെ പോലെയാണെന്ന് കാണിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അത് അന്ന് ബിജുചേട്ടൻ പറഞ്ഞ ഉത്തരം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഈ പെട്രോൾ മാത്രമല്ല, പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടല്ലോ, പെട്രോളിയം പ്രോഡക്ട്സ് ലോകത്തിന് എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമാണ്. ഏറ്റവും വലിയ പെട്രോളിയം റിഫൈനറി നമ്മുടെ രാജ്യത്താണ്, ജാംനഗർ. അതാണ്. സൗദി അറേബ്യക്ക് പോലും ഇല്ല ഈ പെട്രോളിയം റിഫൈനറി എന്ന് പറയുന്നത്. ഈവൻ ഞാൻ പറയട്ടെ, ഹെവി അതാണ് കറക്റ്റ് വാക്ക്. ഹെവി ക്രൂഡ് റിഫൈൻ ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ വെനിസ്വേലൻ എണ്ണയും പിന്നെ ഇറാനിലെ എണ്ണയും ഇതൊക്കെ ഹെവി ക്രൂഡാണ്. അത് റിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിഫൈനറീസ്
ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ അവരൊക്കെ ഇന്ത്യയുടെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കും, ഇതൊന്ന് റിഫൈൻ ചെയ്ത് ഞങ്ങൾക്ക് പെട്രോളിയം പ്രോഡക്ട്സ് ആക്കി തരുമോ. അതാണ് എക്സാക്ട്ലി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത എന്ന് പറയുന്നത്. നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അന്ന് പറഞ്ഞിട്ട് എത്രയോ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ എക്കണോമിക് ടൈംസിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത്. അത് കാണുമ്പോൾ സന്തോഷം. അപ്പൊ ഇന്ത്യയുടെ ഈ വളർച്ചയെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യ മുമ്പ് എണ്ണ വാങ്ങുന്ന രാജ്യമായിരുന്നെങ്കിൽ ഇന്ന് എണ്ണ വിൽക്കുന്ന രാജ്യമായി മാറി. ഇത് തന്നെയാണ് ട്രംപിന്റെ പ്രശ്നം. ട്രംപ് എന്തിനാണ് നമുക്ക് താരിഫ് ചുമത്തി തന്നത്? നമുക്ക് വേറെ കാര്യമായിട്ട് ട്രംപും നമ്മളോട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള ഉടക്കുകളൊന്നും ഇല്ല. നമ്മൾ റഷ്യയുടെ നമ്മൾ എണ്ണ വാങ്ങുന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അത് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എന്താണ്? നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങിയിട്ട് യൂറോപ്യൻസിന് മറിച്ച് വിൽക്കുന്നു, അതായത് പ്യൂരിഫൈ ചെയ്തിട്ട് പെട്രോളിയം ഉൽപ്പന്നമാക്കി മറിച്ച് വിറ്റ് നിങ്ങൾ കോടികൾ കൊയ്യുന്നു എന്നാണ് ട്രംപ് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ താരിഫ് തരുന്നത്. അതായത് ഒരു കാലത്ത് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു, ഇന്ന് കയറ്റുമതി ചെയ്യുന്നു. ഏതാണ്ട് 12ഓളം ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ. അതിൽ പ്ലാസ്റ്റിക് ഒക്കെ ആ ഉൽപ്പന്നങ്ങളാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെയാണ് പ്ലാസ്റ്റിക്. അതുപോലെ തന്നെ ജെല്ലുകൾ, ഇതെല്ലാം പെട്രോളിയം ഉൽപ്പന്നം. നമ്മൾ 12 ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നിലവിൽ ഇറക്കുന്നത്. അത് 18 ആക്കി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. 18ഓളം ഉൽപ്പന്നങ്ങളിലേക്ക് മാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ലോകത്തൊരിക്കലും ഈ എണ്ണ ക്രൂഡ് ഓയിൽ എന്താ പറയുന്നത് പൂർണ്ണമായിട്ട് ഇല്ലാതാകില്ല. അതിന്റെ പ്രോഡക്റ്റ് ഇതുണ്ട്, സബ് പ്രോഡക്റ്റുകൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ദേശീയ പറഞ്ഞ കണക്ക് ഇലക്ട്രിക്കൽ ആയാലും പെട്ടെന്നൊന്നും എല്ലാവരും 100% ഇലക്ട്രിക്കലിലേക്ക് എത്തില്ല. ഇപ്പം ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒരു 50-55% ഒക്കെ എത്തിയിട്ടുള്ളൂ. നമ്മളും ആ ഒരു 55, ഒരു 60 ഒക്കെ എത്തും. അതിൻ്റെ ഇടയ്ക്ക് ഹൈബ്രിഡ്സ് ഒരുപാട് വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന ഹൈബ്രിഡ് വാഹനങ്ങളായിരിക്കും. ഇപ്പോൾ ഇന്നലെ തന്നെ ടാറ്റയും മഹീന്ദ്രയൊക്കെ അവരുടെ ഹൈബ്രിഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ജെറ്റോർ വരുന്നുണ്ട്, JSWന് ജെറ്റോർ വരുന്നുണ്ട്, ചെറി ബ്രാൻഡ്സ് വേറെ വരുന്നുണ്ട്. വളരെയധികം മാരുതി അവരുടെ ചെറിയ വാഹനങ്ങളിൽ പോലും ഹൈബ്രിഡ്സ് കൊണ്ടുവരാൻ പോവുക. ഹൈബ്രിഡ്സ് കൊണ്ടുവരുമ്പോഴത്തേനും ജനം വലിയ രീതിയിൽ അതിലേക്ക് പോകും. കാരണം അവർക്ക് ഭയങ്കര മൈലേജ് കിട്ടും. കുറച്ച് പെട്രോളും ബാക്കി കറണ്ടിലും കൂടെ ഓടുമ്പോഴത്തേനും മൈലേജ് കിട്ടും. അപ്പൊ ഹൈബ്രിഡ്സിന്റെ ഒരു ട്രെൻഡ് ആയിരിക്കും വരുന്നത്. അപ്പോഴും ഇത് തന്നെ വേണം. അപ്പൊ ഭാവിയിൽ വരും, എന്നാലും 100%ലേക്ക് ഒരിക്കലും എത്തില്ല. ഒരു പ്രൊഡക്റ്റ് 100ലേക്ക് എത്തില്ല. അപ്പൊ അതിന് അപ്പോഴെന്തെങ്കിലും വരും. പക്ഷെ ഇതിന്റെ ബൈ പ്രൊഡക്ട്സുകൾ വരും. ഏവിയേഷൻ ഓയിൽസ്, അതിന്റെ ഇതല്ല, ക്രൂഡ് ഓയിലിൽ നിന്ന് തന്നെയാണ് അത് വേർതിരിച്ചെടുക്കേണ്ടത്. അപ്പം തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വലിയ വിപണി കിടക്കുക തുറന്ന്. യൂറോപ്യൻ കൺട്രീസ് മാത്രമല്ല, ചെറുകിട രാജ്യങ്ങൾ ഒരുപാട്. നമ്മളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെയുള്ള ചെറുകിട രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ക്ഷാമം വരില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ശ്രദ്ധേയമായ തലക്കെട്ട് ഇല്ലെങ്കിൽ വാർത്ത എന്ന് പറയുന്നത് ഇതല്ല. നമ്മുടെ രാജ്യം വളരെ കാലമായി, നമ്മുടെ ഇപ്പൊ മോദിയല്ല, അതിന് മുമ്പ് തൊട്ടേ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്, സൗദിയാണല്ലോ ഈ ഒപ്പക് രാജ്യങ്ങളുടെ ഒരു തലവൻ. അതേ അമേരിക്കയാണ് ഇതിനെ ചാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട് ഈ സൗദി അറേബ്യയോടത്. നിങ്ങൾ സപ്ലൈ നിങ്ങളുടെ ഉത്പാദനം നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഞങ്ങളൊക്കെ തരൂ. കാരണം ഞങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ എണ്ണ ആവശ്യമുള്ള രാജ്യം, വലിയ രാജ്യമാണ്, എണ്ണ കൂടുതൽ വാങ്ങുന്ന രാജ്യമാണ്. അതുകൊണ്ട് കൂട്ടുമെന്ന് പറയുമ്പോൾ അവർ എണ്ണ ഉത്പാദനം കൂട്ടില്ല. എണ്ണ ഉൽപാദനം കൂട്ടില്ല എന്ന് മാത്രമല്ല, UAE-യുമായിട്ട് നമ്മൾ അടുത്ത് തുടങ്ങിയതിന് ശേഷം UAE ഇവർക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതായത് ഇവരാണ് ഓരോ രാജ്യം എത്ര ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഒപ്പക് രാജ്യങ്ങളിൽ. അപ്പൊ UAE-ക്ക് എണ്ണ ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവരൊരു അപേക്ഷ ഇതിനകത്ത് കൊടുക്കും, നിങ്ങൾക്ക് ഇത് കൂട്ടാൻ അനുമതി തരണമെന്ന്. അത് സൗദി കൊടുത്തില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് അത് കൊടുക്കുകയും ചെയ്തു കൂട്ടാനായിട്ട്. ഇപ്പൊ നമ്മൾ കൂടുതൽ UAE നിന്ന് എടുക്കുന്നുണ്ട്. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്നവർക്ക് അറിയാം. അതോടൊപ്പം തന്നെ ഇന്ത്യ അവരുടെ അടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഡോളർ മാറ്റിയിട്ട് നിങ്ങൾ പ്രാദേശികമായിട്ടുള്ള ഇതിൽ നമുക്ക് ഇടപാടുകൾ നടത്താം. അപ്പം ഞങ്ങൾക്കും ലാഭകരമാണ്. കാരണം ഞങ്ങൾ അങ്ങനെ വലിയ സമ്പന്ന രാജ്യമൊന്നുമല്ല, ഞങ്ങൾക്ക് ഇത്രയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ബൾക്ക് എടുക്കുന്നുണ്ട്. അപ്പോഴും ഈ സൗദി അതിന് മുഖം തിരിച്ചു നിന്നു. ഇന്നിപ്പോൾ എന്താണ്, മിക്കവാറും ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇന്ത്യൻ റുപ്പീസിൽ തന്നെ കച്ചവടം നടത്താൻ അവർ തയ്യാറായി വന്നിരുന്നു. കാരണം കാലം മാറിയപ്പോൾ ഇവരുടെ ചരക്ക് വിറ്റഴിക്കാനായിട്ട് ഇവർ മറ്റു പല മാർഗങ്ങളാണ് നോക്കുന്നത്. കാരണം ഇപ്പൊ ഡോളർ എടുക്കാനില്ലാത്ത ഒരു രാജ്യത്തിനടുത്ത് ഡോളർ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരും എത്തി. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ കൂടെയാണ് അവരും കടന്നു പോകുന്നത്. നമ്മൾ ഇതിൽ നിന്ന് മാക്സിമം കച്ചവടം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഒരിക്കൽ പറഞ്ഞത്, ജാംനഗർ റിഫൈനറി ഞങ്ങൾ തകർത്ത് കളയും എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, റഷ്യയുടെ ക്രൂഡ് ഓയിൽ എടുത്തിട്ട് റഷ്യക്ക് തന്നെ അത് പ്യൂരിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം വരുന്നു. ഒപ്പം തന്നെ മറ്റിടങ്ങളിൽ നിന്ന് കിട്ടുന്നിടത്തുനിന്നെല്ലാം നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ UK, ബ്രിട്ടൻ തുറന്നു പറഞ്ഞു, ഇനി എന്ത് ഉപരോധം ഉണ്ടെങ്കിലും എന്ത് കുന്തം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇന്ത്യയുടെ നിന്ന് വാങ്ങുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ലോകം മുഴുവൻ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. അവർക്ക് അവരുടേതായ രീതിയിലേക്ക് ചരക്കെത്തുന്നില്ല.
അപ്പൊ സ്വാഭാവികമായി അവരുടെ രാജ്യത്തിന് മുൻപോട്ട് പോകാൻ കിട്ടുന്നത്. ഇപ്പൊ ഇന്ത്യ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യക്ക് ഇപ്പൊ ഈ പോളിസി നോക്കിക്കൊണ്ട് റഷ്യയുടെ നിന്ന് വാങ്ങാതിരിക്കാനും ഇല്ലെങ്കിൽ മറ്റു ഇറാന്റെ നിന്ന് വാങ്ങാതിരിക്കാനൊക്കെ പറ്റില്ല. കാരണം നമ്മുടെ ഈ രാജ്യം മുമ്പോട്ട് ചെല്ലുന്നത് ട്രംപ് തന്നെ സമ്മതിച്ച കാര്യമാണ്. ട്രംപ് പറഞ്ഞു അതൊരു വലിയ രാജ്യമാണ്, അവർക്ക് ഊർജ്ജം വളരെ അനിവാര്യമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു പോളിസി ഉണ്ട്, അവർക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയേ പറ്റൂ, പൈസ കുറച്ച് കിട്ടുന്നിടത്തുനിന്ന് അവർ വാങ്ങുമെന്ന് ട്രംപ് തന്നെ പറഞ്ഞ കാര്യമാണ്. ട്രംപിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനകത്ത്, കാരണം യൂറോപ്യൻ യൂണിയന്റെ ഒരു കോമൺ തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ റഷ്യൻ എണ്ണയിൽ ട്രംപിന് വലിയ റോൾ ഇല്ലാത്തത് കൊണ്ടും കൂടെ ആണ്. കാരണം ട്രംപിന് പിന്നെ വെനസ്വേല എണ്ണയോ ഇല്ല മിഡിൽ ഈസ്റ്റിലെ എണ്ണയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് കുറച്ചുകൂടെ അതൊന്ന് പ്രോഫിറ്റബിൾ ആകുന്നത്. അതൊക്കെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഉപരോധം. പക്ഷെ അദ്ദേഹം അത് സമ്മതിച്ചു ഒടുവിൽ. പുള്ളി തന്നെ പറഞ്ഞൊരു കാര്യമാണത്, ഇന്ത്യക്ക് ഇതിന്റെ ആവശ്യമുണ്ട്, കാരണം അവർക്ക് ഊർജ്ജം വലിയ രീതിയിൽ ആവശ്യമുള്ള രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവർ പലയിടത്തുനിന്നും വാങ്ങുന്നു. അതിനകത്ത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളുടെ പോളിസി അനുസരിച്ച് ഞങ്ങൾ അതിനെ താരിഫ് വെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താരിഫ് വെക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്ത്യ പറയുന്നത് താരിഫ് അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും, ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കൂ എന്നാണ് പറയുന്നത്. UK തുറന്നു പറഞ്ഞു കഴിഞ്ഞു, ആര് വിലക്കിയാലും ഞങ്ങൾക്ക് വാങ്ങാതിരിക്കാൻ നിർവാഹമില്ല, മുമ്പോട്ട് പോകണമെന്നുള്ളത്. അപ്പം അതായത് കാലങ്ങൾ മാറി വരും. രണ്ട് കാര്യങ്ങളാണ് ഈ അടുത്ത സമയത്ത് സംഭവിച്ചത്, വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിലൊന്ന്, ആയുധ വിപണിയിൽ നരേന്ദ്രമോദി സർക്കാർ കയറുമ്പോൾ 660 കോടിയുടെ കച്ചവടം മാത്രമേ, ആയുധ കച്ചവടം മാത്രമേ ഈ രാജ്യത്തിനുണ്ടായിരുന്നുള്ളൂ. ഇന്നത് 39,000 കോടി രൂപയിലേക്ക് ആയുധ കച്ചവടം മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ കയറുമ്പോൾ വെറും 27 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് 41 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന് മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിലേക്ക് നമ്മൾ മാറി. ഒരിക്കലും നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല. എന്നെങ്കിലും ധനുഷ് ചിന്തിച്ചിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇന്ത്യ ഒരു വലിയ ആയുധ കമ്പോളമായി മാറുമെന്നും നമ്മൾ ഒരുപാട് രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്ത് കോടികൾ സമ്പാദിക്കുമെന്നും നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നെങ്കിലും ഒരിക്കലും നമ്മൾ എണ്ണ കച്ചവടം ചെയ്യുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? കാരണം നമുക്ക് കാണാൻ യോഗ്യതയില്ല. കാരണം നമ്മുടെ രാജ്യത്ത് എണ്ണയില്ല, നമ്മുടെ രാജ്യത്ത് ഖനനം വലിയ രീതിയിൽ നടക്കുന്നില്ല. വേറെ 8-10% മാത്രമാണ് നമുക്ക് നടക്കുക. അപ്പം ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ എണ്ണ സൗദി അറേബ്യ ഗൾഫിൽ നിന്നൊക്കെ കേൾക്കുമില്ല, അവിടുത്തെ എണ്ണ ഉത്പാദനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ രാജ്യത്ത് അതില്ല. പിന്നെ അപ്പൊ അങ്ങനെ ഇല്ലാത്തവൻ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? പക്ഷെ ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു വലിയ ഇതൊക്കെ നമുക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിപ്പോ മോദിയെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഉള്ളതല്ലേ. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തെന്ന് പറയുമ്പോൾ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്, പക്ഷെ നടപ്പാക്കിയത് പിണറായി വിജയനാണ്. അതൊരു ചരിത്രമാണ്. അതല്ലാതെ ഇപ്പൊ നമ്മൾ പിണറായി വിജയനെ പുകഴ്ത്തിയിട്ടാണോ പറയുന്നത്? ഇപ്പൊ BD സതീശന് പുതിയ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാൽ പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര BD സതീശൻ കൊണ്ടുവന്ന കാര്യമാണ്, അത് മാറ്റി പറയാൻ പറ്റുമോ? അതൊരു ചരിത്രമായ കാര്യമാണ്. അപ്പം യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചിട്ടോ ഇല്ലെങ്കിൽ മൂടി വെച്ചിട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് വലിയ വാർത്തയാണ്. വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ വലിയ വാർത്ത തന്നെയാണ്. നമ്മൾ ഓരോ ഇന്ത്യക്കാരും ഒരുപക്ഷെ രോമാഞ്ചത്തോടെ കേൾക്കേണ്ട ഒരു വലിയ വാർത്തയായത്.